എക്സൈറ്റഡ് ആണോ? നീ എക്സൈറ്റഡ് ആണെന്ന് പറ. इंडिया ये क्या कोटिंग है? गांधी जी। गांधी जी है, मालूम है। पेंट कौन सा है? ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂരാണ്. അപ്പോൾ കൂടെ എൻ്റെ ചങ്ങാതി സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത് മൈസൂർ ദസറ ആണ് വേണ്ടി പോകുന്നത്. അല്ല സ്ഥലത്തെ? അതെ, മൈസൂർ ദസറ. മൈസൂർ ദസറ എന്ന് പറയുന്നത് ഒരു 10 ദിവസത്തെ പരിപാടിയാണ്. നവരാത്രി തൊട്ട് തുടങ്ങിയിട്ട് വിജയദശമി വരെ തീരുന്ന ഒരു പരിപാടിയാണ്. അപ്പം സ്ഥലത്ത് എന്താണ് നിനക്ക് പറയാനുള്ളത് ദസറയെ കുറിച്ച്? നിന്റെ ആദ്യത്തെ ദസറ കഴിഞ്ഞ കൊല്ലം ദസറ പോയിട്ടുണ്ടായിരുന്നു ഇതേവണ. പക്ഷെ ആ ഒരു ടൈം, അതായത് സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയാണ് ഈ ദസറ, അതായത് നവരാത്രി ടൈമില്. അപ്പം നല്ല തിരക്കായിരിക്കും. കാരണം വെച്ചാൽ മൈസൂർ മെയിൻ ആയിട്ട് വരുന്ന ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ്സിന്റെ മൊത്തം ലൈറ്റിംഗ്സിനും പിന്നെ കുറെ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൈസൂർ പാലസ് ഒക്കെ നന്നായിട്ട് ലൈറ്റും കഴിഞ്ഞ തവണ നല്ല തിരക്കായിരുന്നു. എല്ലാവർക്കും നല്ല തിരക്കായിരുന്നു. ഇനി ഇത്തവണ എന്താണെന്ന് അറിയില്ല, പോയി നോക്കാം. ഞാൻ കഴിഞ്ഞ കൊല്ലം പ്ലാൻ ചെയ്താണ്, എല്ലാ കൊല്ലം പ്ലാൻ ചെയ്തതാണ്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇക്കൊല്ലം നമ്മൾ എന്തായാലും പോകുന്ന. കഴിഞ്ഞ കൊല്ലം ബൈക്കില്, ഞാൻ ഇന്ന് ബൈക്കിൽ വരണം. അപ്പൊ ഇവര് ജസ്റ്റ് എന്തോ മഴയത്ത് കുടുങ്ങി, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് കഴിഞ്ഞ പോകാൻ പറ്റിയില്ല. അധികം ആൾക്കാരും ഇന്ന് മൈസൂർക്ക് വരുന്ന ദിവസമാണ്. അതുപോലെ മൈസൂർ ഇന്ന് ഭയങ്കര ക്രൗഡ് ആയിരിക്കും. ഞാൻ നിങ്ങളെ അടുത്ത വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. ഫുൾ ക്രൗഡ് ആയിരിക്കും. നമുക്ക് ഇനി ഏതാണ്ട് ഇവിടുന്ന് ഒരു 5 hours ഉണ്ട് മൈസൂരേക്ക്. നമുക്ക് പോകുന്ന വിശേഷങ്ങളും അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് അല്ലേ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പയ്യന്നൂർ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നേരെ ഇരിട്ടി വഴിയാണ് ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് പോകുന്നത്. ഷോർട്ട് കട്ട് പറഞ്ഞാൽ നമ്മൾ ശ്രീകണ്ഠാപുരത്തുനിന്ന്, അതായത് തളിപ്പറമ്പ് നേരെ ശ്രീകണ്ഠാപുരത്ത് പയ്യാവൂരിന്ന് ഉളിക്കല് പിന്നെ വള്ളിത്തോട് അടുത്താണ്. കുറെ ദൂരം ലാഭിക്കാം നമുക്ക് തളിപ്പറമ്പ് ഡയറക്റ്റ് ഇരട്ടിക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന് മുമ്പ് ശ്രീകണ്ഠാപുരത്ത് ഷോർട്ട് കട്ട് എടുക്കാം. 2 ടൗൺ നമുക്ക് ഒഴിവാകും. കാരണം വെച്ചാൽ ഒന്ന് ഇരിക്കൂർ ടൗണും ഒഴിവാകും, ഇരിട്ടി ടൗണും ഒഴിവാകും. അത്യാവശ്യം ഓറഞ്ച് അലർട്ടായിട്ട് ഇവിടെ മഴയൊന്നും ഇല്ലല്ലോ സ്ഥലത്തെ? മഴയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ഭാഗത്താണ് കൂടുതൽ മഴയുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പൊതുവെ 2 ദിവസമായിട്ട് വൈകുന്നേരമാണ് മഴ. അല്ല, കാസർഗോഡൊക്കെ രാവിലെയാണ് ഗൈസ് മഴ. അല്ല, ഇത് ഇന്നലെയും മിനിയാന്നൊക്കെ മഴ വൈകുന്നേരമാണ്. ഇവിടെയൊക്കെ വൈകുന്നേരമാണ് മഴ പെയ്യുന്നത്. നല്ല മഴ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി ഒരു 7-8 മണിയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നലെ അവിടെ നേരെ തിരിച്ചാട്ടോ. ഇനി കണ്ണൂർ ജില്ലയിൽ ഒരു ക്ലൈമറ്റും കാസർഗോഡ് വേറെ ക്ലൈമറ്റും ആണ്. സംബന്ധിച്ചാണെങ്കിൽ കാസർഗോഡ് രാവിലെ ഒരു 10 മണി വരെ മഴയായിരിക്കും, പിന്നെ അങ്ങോട്ട് വെയിലായിരിക്കും. ഇവിടെ നേരെ തിരിച്ച് വൈകുന്നേരമല്ല മഴ. ഗൈസ്, ഇതാണ് മാക്കൂട്ടൻ ചുരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ നോക്കൂ ഗൈസ്, റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞു. ഒരു മഴ പെയ്താൽ തീർന്നു. നല്ല സ്ഥലത്തെ അല്ല, പക്ഷെ കഴിഞ്ഞ തവണ വന്നതിന് ശേഷം ഇതിപ്പോ മാറ്റമുണ്ട്. കുറച്ച് ജെല്ലി മെറ്റൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം എന്നിരുന്നാലും ഇത് നേരത്തെ നന്നാക്കണ്ടായിരുന്നു. ബാംഗ്ലൂർ വന്നില്ലേ ഇതേ റൂട്ട്? ബാംഗ്ലൂർ പോയ സമയത്ത് ഭയങ്കര ഫുള്ള് കുണ്ടുകുഴിയായിരുന്നു. ഇപ്പം കുഴപ്പമില്ലാത്തൊരിത്, കുറച്ച് ജെല്ലിനെല്ലാം ഇട്ടിട്ട് കുറച്ച് ലെവലാക്കിയിട്ടുണ്ട്. എന്നാലും മോശമാണ്. എന്നാലും കുറെ കുഴിയൊക്കെ കാണുന്നുണ്ട്. കാരണം ഇതിലേക്ക് പോകാൻ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഇപ്പം കർണാടക, കേരള വണ്ടിയാണോണ്ട് 20 രൂപ ഇതും കൊടുക്കണം. പ്രകൃതിന്റെ എന്തോ എന്ന് പറഞ്ഞിട്ട് 20 റുപ്യ കൂടെ മേടിക്കണം. പക്ഷെ സ്ഥാനത്ത് അത് കേരളത്തിന്റെ വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് കർണാടക വണ്ടികൾക്ക് അവര് മേടിക്കുന്നില്ല? കേരള, അതായത് ഈ ഫോറസ്റ്റ് കടക്കുമ്പോ ഒരു 20 റുപ്യ അവര് മേടിക്കുന്നുണ്ട്. എന്തോ കർണാടകത്തിന്റെ ഫോറസ്റ്റ് അല്ലേ? അത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ വണ്ടി മേടിക്കുമ്പോ തന്നെ 15 കൊല്ലത്തേക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് അല്ലേ കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് ഓരോ സ്റ്റേറ്റിലും നമ്മൾ കയറുമ്പോ പൈസ കൊടുക്കേണ്ട ആവശ്യം? ചിലര് കർണാടക സ്റ്റേറ്റിലാണ് കൂടുതൽ പൈസ മേടിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കിയ സമയത്ത് കർണാടകയാന്ന് തോന്നുന്നു. വേറെ സംസ്ഥാനത്ത് പൈസ മേടിക്കുന്ന നല്ല സ്ഥലത്ത് ഇത് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതാണ്. അല്ല, കൊടുക്കുന്ന കുഴപ്പമില്ല. പക്ഷെ റോഡെല്ലാം നോക്കറോ, ഫുള്ള് കുണ്ടും കുഴിയാണ്. അതെ, കൊടുക്കുന്ന പൈസക്ക് ഒരു കാര്യമെങ്കിലും വേണ്ട. ഇതിപ്പോ എന്തിനാ പൈസ കൊടുക്കുന്നത്? ചന്ദ്രനിൽ ഇതിനേക്കാൾ നല്ല റോഡ് ഉണ്ടാവും. അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്. അതേ സ്ഥലത്ത് ഞാൻ പറയുന്നത് നീ യോജിക്കുന്നു? ഞാൻ യോജിക്കുന്നു. നീ പറഞ്ഞ ഫുള്ള് യോജിക്കുന്നു.
ഭയങ്കര ഭയങ്കര മോശമാണ്. 20 റുപ്യ നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ JCB ഒക്കെ അവിടെ മണ്ണൊക്കെ എടുക്കുന്നുണ്ട്. എന്നിരുന്നാലും റോഡൊന്നും ശരിയാവുന്നില്ല. പുരോഗമിക്കുന്നുണ്ട് പണിയെല്ലാം വൃത്തി എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു 20 റുപ്യ കൊടുക്കും. എന്തുകൊണ്ടാണെന്നില്ല അവരോട് ചോദിക്കാം. എന്തിനാ നിങ്ങൾ 20 റുപ്യ നമുക്ക് ചോദിക്കാൻ കഴിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ പൈസ എന്തിനാണ് നിങ്ങൾ 20 റുപ്യ നമുക്ക് ചോദിക്കാൻ കഴിച്ചു. ഗൈസ് നമ്മളിപ്പോ ഉള്ളത് മാക്കൂട്ടം ചുരത്തിലാണ്. അപ്പൊ നമ്മളിപ്പം ഈ മാക്കൂട്ടം ചുരത്തിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലേ, ആ ചെക്ക് പോസ്റ്റ് നമ്മുടെ 20 രൂപ മേടിച്ചത്. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് കിടക്കുന്ന എല്ലാ പ്രൈവറ്റ് വണ്ടികളിൽ നിന്ന് 20 രൂപ മേടിക്കും. ഈ 20 രൂപ മേടിച്ചിട്ട് ഇവർ എന്താ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ റോഡിന്റെ അവസ്ഥ നോക്കുക ഗൈസ്. ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ. മൊത്തം കുണ്ടും കുഴിയൊക്കെയാണ്. ഇവർ ഇത്രയും പൈസ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. അതും കേരളത്തിന്റെ വണ്ടികളുടെ കയ്യിൽ നിന്ന് മാത്രമേ അവർ പൈസ മേടിക്കത്തുള്ളൂ. വേറെ ഒരു കർണാടക വണ്ടിയിൽ മാത്രം പൈസ മേടിക്കത്തില്ല ഗൈസ്. ഗൈസ് ഇതാണ് ഈ റോഡിന്റെ ശോചനീയമായ അവസ്ഥ. കേരള വണ്ടി ഡെയിലി ഒരു 20-30 കേരള വണ്ടി പോകുന്നുണ്ടാവും ഡെയിലി. അപ്പൊ ഒരാളെ തന്നെ 20 രൂപ അടിച്ചു കഴിഞ്ഞാല് എത്ര പൈസയായി? അതെ, ഇത് എന്താ പറയാ, വൺ സ്കാമാണ്. ഇത് തട്ടിപ്പാണ് ഇവരുടെ, ഈ കർണാടക സർക്കാരിന്റെ വൺ തട്ടിപ്പാണ് ഗൈസ്. ഗൈസ് നമ്മളിപ്പോ മാക്കൂട്ടം ചുരത്തിലാണ്. ചുരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴ. അതേ സമയത്ത് ഒടുക്കത്തെ മഴ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേമാരി പോലത്തെ മഴ ഗൈസ്. ഒന്നും പറയാനില്ല, ഭയങ്കര മഴ. കാരണം ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതുവരെ മഴയൊന്നും കിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് കോടയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പൊ കോട കഴിഞ്ഞ പാടെ ഭയങ്കര മഴ തുടങ്ങി. അത്യാവശ്യം പഠിക്കുന്ന മറ്റേ കൂർക്ക് വിനാശപേട്ട എത്തുന്ന വരെ കോഴ ഉണ്ടാവും. പക്ഷെ നമ്മള് മറ്റേ പെരുമ്പാടി ചെക്ക് പോസ്റ്റിന്റെ അടുത്താറല്ലേ. മഴയാണ്, റോഡ് മോശമാണ്, കോടയുണ്ട്, നമുക്ക് വഴിയൊന്നും കാണുന്നുമില്ല. ആ പാടെ കുറച്ച് അലമ്പ് വഴിയാണ് ഗൈസ്. ഗൈസ് അപ്പൊ നമ്മളിപ്പം വിരാജ്പേട്ട ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ചെറുതായിട്ട് തൂളുന്നുണ്ടല്ലേ? ചെറിയ മഴയുണ്ട്. ചെറിയ രീതിയിൽ മഴയുണ്ട്. അവിടെ മാക്കൂട്ടം ഫോറസ്റ്റിൽ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. ഭയങ്കര മഴ, ഭയങ്കര മഴ. ഒന്നാമത് മഴയും കോടയും ഉള്ള ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു വൃത്തികെട്ട യാത്രയായിരുന്നു. കാരണം നമുക്ക് ഇവിടുത്തെ കൂർഗേറ്റ് ഇല്ല, ഇവിടുത്തെ ഫേമസ് ആയ ഹോട്ടൽ, അവിടുന്ന് ഒരു ചായ കുടിച്ചാലോ? നമുക്കൊരു ചായ കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങിയാലോ? ചായ കുടിച്ചിട്ട് തുടങ്ങാം, കുഴപ്പമില്ല. കാരണം നല്ല തണുത്ത കാലാവസ്ഥയല്ലേ, നല്ല തണുത്ത അന്തരീക്ഷം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ചായ കുടിച്ച് പോകുമ്പോ മൈസൂർ എത്തുമ്പോ നാളെയാവും. അത് കുഴപ്പമില്ല, ഇങ്ങനെ ചോദിച്ചു പോവാം. ഇതവിടെ എത്തി. നമ്മൾ എത്ര വട്ടം പോയിട്ടുള്ളതല്ലേ കൂർഗേറ്റില്. നമുക്ക് ഒരുപാട് ഓർമ്മകൾ അയവിറക്കാനുള്ള ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മൈസൂർ സിറ്റിയിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് മൈസൂർ ദസറയുടെ ഡെക്കറേഷൻസ് ഒക്കെ. നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻസ് ഒക്കെയാണ്. നമ്മളിപ്പോൾ മൈസൂർ പാലസിലേക്ക് പോവാണ്. മൈസൂർ പാലസ്. നീ എക്സൈറ്റഡ് ആണോ? നീ എക്സൈറ്റഡ് ആണോന്ന് പറ. നീ എക്സൈറ്റഡ് ആണോ? എന്റെ പോലെ ഒരു രക്ഷയില്ലാത്ത ഇതെന്താ വെച്ചാല് നമ്മളെ ലൈറ്റിംഗ് ഇല്ലേ, മെയിൻ ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് ആണ് ഗൈസ്. ഒന്നും പറയില്ല, നിങ്ങൾ ഒന്നും പറയില്ല. ഒന്നും പറയാല്ല വെച്ചാല് ഇവിടെ ഒന്നാമത് മൊത്തം മലയാളികളാട്ടോ. കർണാടകക്കാരും എവിടെ തിരിഞ്ഞാലും ഒരു കല്ലെടുത്ത മുകളിൽ കയറുകയാണെങ്കിൽ അവിടെ മലയാളികൾ, എവിടെ തിരിഞ്ഞാലും മലയാളികൾ.
എവിടെ നോക്കിയാലും എടാ അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ അതന്നെ, വേറൊന്നുമില്ല. അതെ, നിങ്ങൾ വരുവാണെങ്കിൽ വേറൊരു ഭാഷയെ സംസാരിക്കേണ്ട ആവശ്യമില്ല, കന്നഡ അറിയേണ്ട തീരെ ആവശ്യമില്ല. അതെ അതെ, എനിക്ക് കന്നഡ ഭാഷ അറിയില്ല പറഞ്ഞ് ആരും ട്രിപ്പ് വരാണ്ട് ഇപ്പൊ ഇവിടെ എല്ലാം മലയാളികളാണ്. നോക്കൂ ഗൈസ്, ഇത് ശരിക്കും നമ്മൾ പറയുന്നത് കന്നഡ രാജ്യമല്ല, ഇത് വെറും എന്താ പറയാ കേരള രാജ്യം മാത്രം. അതെ 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 ഗൈസ്, അപ്പോൾ നമ്മൾ മൈസൂർ പാലസിന്റെ ഒരു എൻട്രൻസിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആണ്. ഇപ്പൊ സമയം 10:15 വന്ന സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ക്ലോസ് ആണ് ഗൈസ്, ക്ലോസ് ആണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പക്ഷേ ചില സമയത്ത് ഓപ്പൺ ആക്കാറുണ്ട്, അറിയില്ല. അല്ല, നെക്സ്റ്റ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതേതാണ് ക്ലോസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഇവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു പോലീസ്. പിന്നെ ഒന്നാമത് നമ്മൾ ലേറ്റ് ആണ്, കാരണം വെച്ചാൽ ഒന്നാമത് ട്രാഫിക്, നല്ല ട്രാഫിക് ആയിരുന്നു. വണ്ടി എവിടെ വെക്കാൻ പറ്റിയില്ല. വണ്ടി വെക്കാനായപ്പോൾ എന്താ പറയാ ഭയങ്കര ട്രാഫിക്കാണ്. നിങ്ങൾ വണ്ടിയും കൂടെ ഒക്കെ വരുവാണെങ്കിൽ ഒരുവിധം നല്ലത് ബൈക്ക് എടുത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ കാറ് അങ്ങനത്തെ എടുത്തിട്ട് വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഒന്നാമത് പാർക്കിങ്ങിൻ്റെ, പിന്നെ മൊത്തം ട്രാഫിക്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുടുങ്ങി, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാത്ത അവസ്ഥയാവും. ബൈക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒരു സൈഡിൽ. ബൈക്കൊക്കെ ഇതിന് ഈ ഒരു ദസറ ടൈം വെച്ചാൽ ബൈക്കാണ് ഏറ്റവും നല്ലത്. അതെ, ബൈക്ക് ഞാൻ റെഫർ ചെയ്തു. വേറെ നമ്മൾ ഇത്രയും നേരം നമ്മുടെ പാർക്കിങ്ങിനെ പോയത്. നമ്മൾ നേരത്തെ എത്തിയ അല്ലടാ, നമ്മളൊരു 8:30 ബസ് ചെയ്യാം. പക്ഷെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 3-4 മണിക്കൂർ, അത് ഒരു അരമണിക്കൂർ മുമ്പാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിങ്ങിന്റെ സമയം നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു. കാരണം നമുക്കിനി 4 മണിക്കൂർ മൈസൂർ പാലസ് ഇനി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്തു. നമുക്ക് നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ വിശ്വസമൊക്കെ കാണിച്ചു തരാം. ഇതാണ് മൈസൂർ പാലസിന്റെ ഒരു എൻട്രൻസ്. ഗൈസ്, തേഞ്ഞൊട്ടി ഗൈസ്. അവസ്ഥ വളരെ ശോകം. നമ്മളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പാലസിനകത്ത് കയറാൻ പറ്റിയില്ല. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അതായത് കഴിഞ്ഞ തവണ നല്ല സുഖമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഈ മെയിൻ ബ്ലോക്ക് പ്രധാന പ്രശ്നം അറിയോ? ട്രാഫിക്കാണ് ഗൈസ്, ട്രാഫിക്കാണ്. നിങ്ങൾ വരുവാണെങ്കിൽ ഒന്നുകിൽ നേരത്തെ വരിക, അല്ലെങ്കിൽ പിന്നെ കാറിൽ വരാതിരിക്കുക. നിങ്ങൾ ഒന്നുകിൽ ടെമ്പോ എടുത്ത് വരിക, അല്ലെങ്കിൽ പിന്നെ ബൈക്ക് എടുത്ത് വരിക. ഒരിക്കലും നിങ്ങൾ കാറ് വരരുത്. വരുവാണെങ്കിൽ കുറച്ച് നേരത്തെ. വേറെ കാര്യം പറയട്ടെ, ഇത് സംഭവിച്ചാല് ഇങ്ങനെ ഇത്ര ആൾക്കാർ വരുന്ന ഇവർക്ക് നല്ലപോലെ അറിയാം. എല്ലാ കൊല്ലവും ദസറ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇവർക്ക് അതിന് രീതിയിലൊരു എന്താ പറയാ, റോഡിന്റെ ആവട്ടെ സിസ്റ്റം ശരിയില്ല. അതാണ് ഇത്ര ആൾക്കാർ വരുന്നവർക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ട് ഇവര് പ്രോപ്പർ ആയിട്ടൊരു പാർക്കിങ്ങോ ഇല്ല, അത് അത്യാവശ്യം ആൾക്കാരില്ലല്ലോ മറ്റേ ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട്. ട്രാഫിക് പോലീസ് ഇല്ല, ആൾക്കാരില്ല ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി മര്യാദയ്ക്ക് പാർക്ക് ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ പാലസിന്റെ വിഷ്വൽസ് നമുക്ക് കിട്ടിയില്ല ഗൈസ്. നമ്മൾ പ്രതിഷേധിക്കില്ല. വെറുതെ നമ്മളിപ്പം നമുക്ക് എത്ര ദൂരം, നമ്മൾ ഏതാണ്ട് 250 കിലോമീറ്റർ നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു വ്ളോഗ്, അതായത് നിങ്ങൾ കേരളത്തിലെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു വ്ളോഗ് എടുത്തപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ അവസ്ഥ ഗൈസ്. നിങ്ങൾ നമ്മുടെ വിഷമം ഈ സംഭവമാണ് ട്രാഫിക്കും. അതായത് ഇനിയിപ്പോ നെക്സ്റ്റ് ദസറക്കെങ്കിലും ഇവർ കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ പാർക്കിങ്ങും എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം വെച്ചാൽ ഇത് കുറെ ആൾക്കാർ ഇതേപോലെ നമ്മളെപ്പോലെ വേറെ കുറെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നിരുന്നു. പക്ഷെ അവരെ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു അറിവിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് മലയാളികളാണ്. വേറെ നമ്മൾക്കൊരു കുട്ടി ഗാന്ധി ഉണ്ട്. ആ ഗാന്ധി ഹായ് ഹായ് മാത്താടു. ഹായ് ഹായ് ഗൂഗിൾ പേ കൊടുത്തേക്ക്. നമ്മുടെ ഒരു ഗാന്ധി വന്നിട്ടുണ്ട്. ഗൂഗിൾ പേ ഉള്ള ഗാന്ധി. ഗൂഗിൾ പേ സ്കാൻ ಮಾಡಿ ക്യാഷ് കൊടുത്തേക്ക്. ഗൈസ്, ഞാന് നമ്മുടെ ഒരു എന്താണ് കോട്ടിങ് ചെയ്ത് സാധനം എന്നെ ഇത് हिंदी है ये क्या कोटिंग है? गांधी जी मालूम है। पेंट कौन सा है? सिल्वर पेंट सिल्वर मालूम है और कलर मालूम है। ओ क्या मटेरियल है? पॉइजन है ना सिल्वर निकलता है, होली में खेलता है वो कलर है। वो सेम कलर है और साइलेंसर कोटिंग है। हाँ कर दिया 50 कर दिया ठीक है। ഞാൻ 50 രൂപ കൊടുത്തിട്ടുണ്ട്. സിൽവർ പെയിന്റ് എന്നല്ല പറഞ്ഞത്. നാട്ടിൽ നിന്ന് ഇവിടെ കണ്ണൂര്. അത് എന്റെ ബലമായ സംശയം സൈലൻസർ കോട്ടിങ്. സിൽവർ പെയിന്റ് എന്ന് പറഞ്ഞില്ലേ? ആ സിൽവർ പെയിന്റ് നമ്മള്
ചെങ്ങായി കാണുമെന്ന് അറിയണ്ടാവൂല. QR കോഡോടെ ഗാന്ധിയാ, Paytm ഉള്ള ഗാന്ധിയാ. ഗൂഗിൾ പേയിലുണ്ട്. അതിന്റെ പോസ്റ്റ് ചെയ്ത് സ്ഥലത്തെ 50 കൊടുത്തതല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ മൈസൂർ പാലസിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പാലസിന് അകത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഒരു 11-10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോകാൻ പ്ലാനുണ്ട്. അപ്പം നാളെ പോയി നോക്കാം എന്താ അവസ്ഥ. പക്ഷേ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, കാരണം നമ്മൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട്. കുറച്ച് നേരത്തെ എത്തുവാണെങ്കിൽ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു, പാലസിനകത്ത് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല. ഇനി ബാക്കിയുള്ള വിഷയം നിങ്ങൾ നാളെ കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുവാണ്. സംബന്ധിച്ചിട്ട് നമുക്കിന്ന് മൈസൂർ പാലസിൽ കയറാൻ പറ്റില്ല, നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി എന്താ പരിപാടി സ്ഥലത്തെ? ഇനി നമുക്ക് ആദ്യം പിന്നെ റൂം നോക്കണം. റൂം നോക്കിയിട്ട് ഗൈസ് റൂമിനൊക്കെ നല്ല പൈസയാണ്, 6000 രൂപയൊക്കെയാണ് റൂമിന് പറയുന്നത്. അതായത് ഒരു ഇവിടെ ഇപ്പം 3 സ്റ്റാർ ഹോട്ടലൊക്കെ. അത് 3 സ്റ്റാർ ആയിരുന്നു. ഗൈസ് അപ്പം നമ്മൾ നേരത്തെ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6000 രൂപയാണ് അവർ പറയുന്നത്. 2 പേരാണെങ്കിൽ 6000 രൂപ. അത് ശരി, അങ്ങനെയാണുള്ളത്. അപ്പോൾ അത് പിന്നെ പെൻഡിങ് വെച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇന്ന് റൂം കിട്ടിയിട്ട് റെസ്റ്റ് എടുത്തിട്ട് രാവിലെ നാളെ രാവിലെ ഒന്നുകൂടെ മൈസൂർ പാലസ് അവിടെ വന്നാലോ? ലൈറ്റിംഗ് കാണൂല രാവിലെ. ലൈറ്റിംഗ് വേണ്ട, നമുക്ക് മൈസൂർ പാലസിന്റെ കുറച്ച് പ്രേക്ഷകരെ കാണിക്കണ്ടേ? അതെ അതെ അതെ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ നേരെ വരുന്നതായിരിക്കും. നേരെ വന്നിട്ട് മൈസൂർ പാലസിന്റെ മൈസൂർ പാലസിന്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വണ്ടി വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ നാളെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ചേട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കുറേ റൂമൊക്കെ അന്വേഷിച്ചു, നമുക്ക് എവിടെ റൂമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളൊരു 3-4 മണി വരെ മൈസൂർ സ്റ്റേഷന്റെ പുറത്ത് കാറിൽ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. അല്ല സ്ഥലത്തെ നമ്മള് നോക്കി റൂമും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ എവിടെയും കിട്ടിയില്ല. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ അവിടെ എവിടെയും ഇല്ല, എല്ലാ ഭാഗത്തും പോയി. പിന്നെ വെറുതെ അവിടെ കടന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്താ പറയാ, രാവിലെ റൂം കിട്ടൂല. നമ്മളേതാണ്ട് ഒരു 10-15 നമ്മൾ റൂംസ് അന്വേഷിച്ചിട്ടുണ്ടാവും. 10-15 റൂംസ് പോയിട്ട് ലോഡ്ജിൽ പോയിട്ട് നമ്മൾ അന്വേഷിച്ചു, എവിടെയും റൂമില്ല, എല്ലാം ഫുള്ളാണ്. ആപ്പാട് നമുക്ക് ഒരു ഹോട്ടൽ കണ്ടത് ഭയങ്കര റേറ്റ് പറഞ്ഞല്ലേ. നേരത്തെ പറഞ്ഞ പോലെ 6500 രൂപയുടെ ഒരു റൂം ഒരു നൈറ്റിന് പറഞ്ഞു. അപ്പം അത്രയും എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ പിന്നെ എടുത്തില്ല. നമ്മൾ നേരെ വണ്ടി തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അവിടെ നേരെ വിടുക ചെയ്തു. ഇപ്പം നമ്മൾ ഏതാണ്ട് ഇരുട്ടി കഴിഞ്ഞു. നമ്മളിനി നേരെ പൈനൂർക്ക് വിടുവാണ്. അപ്പം ഇതാണ് ദസറ സ്പെഷ്യൽ വ്ളോഗ്. അപ്പം വേറൊരു സമയത്ത് വേറൊരു വ്ളോഗായിട്ട് വരാം ഗൈസ്. അപ്പോൾ അതുവരെയും ഗുഡ് ബൈ. ഓക്കെ.